ഇയാള് സംഗീതവും നൃത്തമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സാധുവായിട്ട് എനിക്ക് തോന്നണം. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചേച്ചേന്. ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്. നിന്റെ സൂപ്പർ എനിക്ക് മനസ്സിലായി. നീ വാ. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ അപ്പൊ കേറൂ. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം ഓടി. നാട്ടുകാരെ, നിങ്ങൾ ആരെയും പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാ. മേലിത് ആരോട് പറയരുത്, ഇതൊക്കെ ട്രേഡ് സീക്രട്ട് അല്ലേ. അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട്. ഞാനല്ല വിളിപ്പിക്കുന്നത്. അല്ല, അത് നീ വിചാരിക്കുന്ന പോലെ ഈ ഞാനിപ്പോ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ലോ. നീ അങ്ങനെ എന്നെ പറ്റി വിചാരിച്ചു പോയില്ലേ? അതൊരു പടക്കൂട്ടുണ്ടാണോ നാളെ എന്റെ ഒരു ഗുണ്ട് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ. നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണെന്ന് നിനക്ക് വെറുപ്പിക്കും. വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും പൊക്കോളാൻ. നീ മാനിക്കണം വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക. എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ. സാമൂഹ്യ പ്രതിബദ്ധതയിലാന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാ? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് പഠിപ്പിച്ചു തരണം. ചോദിച്ചു മേടിച്ചതാ സാറേ. താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട്? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? ഈ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ. നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാനുള്ള പ്രായോ യോഗ്യത പക്വതയില്ലാത്തോണ്ട് ഞാൻ തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാം. അത് ആവശ്യമുള്ളതിന് ഇല്ലാത്തവനൊക്കെ ആൾക്കാരെ വെറുപ്പിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ. ഇനി ഈ പ്രശ്നത്തില് ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. ഇതൊക്കെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ രമേശേട്ടൻ എനിക്കൊന്ന് കപ്പൽ മലയാളിക്ക് ശേഷം രമേശേട്ടന്റെ കരിയർ ബ്രേക്ക് ആയിരിക്കും ഈ സാധനം. എനിക്കറിയാമായിരുന്നു നീ